ദില്ലി മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം നൽകണോ എന്നതിൽ സുപ്രീംകോടതി വ്യാഴാഴ്ച വാദം കേൾക്കും. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി മെയ് 20 വരെ നീട്ടി. റൌസ് അവന്യൂ കോടതിയാണ് കസ്റ്റഡി നീട്ടിയത്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാമ, കസ്റ്റഡി കാലാവധി നീട്ടിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം സംബന്ധിച്ചുള്ള കാര്യവും ഇപ്പോൾ വ്യാഴാഴ്ചത്തേക്ക് കോടതി നീട്ടിവച്ചിരിക്കുന്നത്. ആര്യ, ഇത് രണ്ടാണ്. ഒന്ന്, ഇടക്കാല ജാമ്യം റിമാൻഡ് കാലാവധി നീട്ടിയത് റോസ് അവന്യൂ കോടതിയാണ്. അത് വിചാരണ കോടതിയാണ്. അത് ആ കോടതി നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് വിചാരണ കോടതിയിലാണ്. മറ്റൊന്ന്, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു. വിചാരണ കോടതി ആ ഹർജി തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും ഹർജി തള്ളി. തുടർന്നാണ് അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിച്ചത്. സുപ്രീംകോടതി കഴിഞ്ഞ ദിവസങ്ങളായി ഇതിന്മേൽ തുടർച്ചയായ ദിവസങ്ങളിൽ വാദം കേൾക്കുകയായിരുന്നു. വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നത് ഇടക്കാല ജാമ്യം എന്ന കാര്യം പരിഗണിക്കുമെന്നതാണ്. അതിൽ ചൊവ്വാഴ്ച മറുപടി നൽകാൻ ഇഡിയോട് മറുപടി നൽകാൻ വേണ്ടി തയ്യാറാകണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ഈ ഹർജി പരിഗണിക്കുകയും വിശദമായ രീതിയിൽ വാദം കേൾക്കുകയും ചെയ്തത്. രാവിലെ പല കാര്യങ്ങളിലും സുപ്രീംകോടതി നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിലെല്ലാം വ്യക്തത വേണമെന്ന കാര്യം സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. അത്തരം ചോദ്യങ്ങൾ ഇന്ന് ഇഡിയുടെ അഭിഭാഷകനോട് ഉന്നയിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഇടക്കാല ജാമ്യം അനുവദിക്കണോ എന്ന കാര്യത്തിന്മേൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കണോ എന്ന കാര്യത്തിൽ സുപ്രീംകോടതി വാദം കേട്ടത്. ഏതാണ്ട് 20 മിനിറ്റോളം മാത്രമാണ് അത് സംബന്ധിച്ച വാദം നീണ്ടുനിന്നത്. 2:30യോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും സുപ്രീംകോടതിയുടെ ബെഞ്ച് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത ഉൾപ്പെട്ട ബെഞ്ച് സഞ്ജീവ് ഖന്ന എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് പിരിയുകയും ചെയ്തു. മറ്റൊരു സ്പെഷ്യൽ ബെഞ്ച് ചേരുന്നതുകൊണ്ടാണ് ഇന്നത്തേക്കുള്ള വാദങ്ങൾ പൂർത്തിയാക്കിയത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം സംബന്ധിച്ച ആവശ്യത്തിൽ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ മറ്റന്നാളോ അല്ലെങ്കിൽ അതിനടുത്ത ആഴ്ചയോ വാദം കേൾക്കാമെന്ന കാര്യമാണ് സുപ്രീംകോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിന്മേൽ സുപ്രീംകോടതി നേരത്തെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് ഹർജി പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കാനല്ല ഈ ഹർജി പരിഗണിക്കുന്നത്. ഇടക്കാല ജാമ്യം നൽകണമെന്ന കാര്യം പരിഗണിക്കുന്നത് അത് ഇടക്കാല ജാമ്യം നൽകാൻ വേണ്ടിയുമാണ്. അറസ്റ്റ് സംബന്ധിച്ചാണ് പരിശോധന, അല്ലാതെ കുറ്റവിമുക്തനാക്കാനല്ല. വിളവെടുപ്പ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം നടക്കുന്ന 6 മാസത്തിലൊരിക്കലാണ്. അതുപോലെ 6 മാസത്തിലൊരിക്കൽ നടക്കുന്ന കാര്യമല്ല തെരഞ്ഞെടുപ്പ്. പൊതുതെരഞ്ഞെടുപ്പ് എന്നത്, പ്രത്യേകിച്ചും ദേശീയ തലത്തിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നത് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്, മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും ഒരു പ്രത്യേകമായ പരിഗണന നൽകേണ്ടതുണ്ട്. പക്ഷേ അത് ഒരു കേസിൽ സാധാരണക്കാരനും ഒരു മുഖ്യമന്ത്രിയും പ്രതിയാകുമ്പോൾ ഉള്ള ഒരു കാര്യമല്ല. കുറ്റകൃത്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾ പ്രതിയാകുന്നു എന്നതുകൊണ്ട് മാത്രം അവർക്ക് പ്രത്യേകമായ അങ്ങനെയുള്ള നേതാക്കൾക്ക് പ്രത്യേകമായ പരിഗണന നൽകുന്നില്ല. പക്ഷേ ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. അസാധാരണമായ കേസുമാണ്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുന്ന കാര്യത്തിൽ, ഇടക്കാല ജാമ്യം നൽകുന്ന കാര്യത്തിൽ കാര്യം പരിഗണിക്കുന്നത്. ഇത് സുപ്രീംകോടതിയുടെ അസാധാരണമായ അധികാരം ഉപയോഗിച്ചാണ് ഇത്തരം ഒരു കാര്യം പരിഗണിക്കുന്നതെന്നുമാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ഒപ്പം ദീപാങ്കർ ദത്ത എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തത്. അരവിന്ദ് കെജ്രിവാൾ ഒരു കേസിലും പ്രതിയല്ല, സ്ഥിരം കുറ്റവാളിയുമല്ല എന്നാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി സുപ്രീംകോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഈ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ആ വാദം സുപ്രീംകോടതി തന്നെ ആവർത്തിക്കുകയും ചെയ്തു. തുടർന്നാണ് ജാമ്യം നൽകരുത്, ഇടക്കാല ജാമ്യം നൽകരുത് എന്ന കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ വാദം കേൾക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷം മാറ്റിയതും അതിന്മേൽ ഇഡിയുടെ വാദം 20 മിനിറ്റോളം കേട്ടതും. ഇഡിയുടെ വാദം തന്നെയാണ് അടുത്ത ദിവസവും കേൾക്കുക. ഇത് അടിയന്തരമായി ഇത്തരമൊരു കാര്യം പരിഗണിക്കരുത്. അരവിന്ദ് കെജ്രിവാളിന് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഇടക്കാല ജാമ്യം നൽകുന്നതിൽ തടസ്സമില്ല, എന്താണ് തടസ്സമെന്നായിരുന്നു കോടതി നേരത്തെ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇഡിയുടെ വാദം കൂടി കേൾക്കാൻ വേണ്ടിയാണോ മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റിവെച്ചിരിക്കുന്നത്? ആര്യ, ഇന്ന് 20 മിനിറ്റോളം മാത്രമാണ് ഇഡിയുടെ വാദം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ വാദം കേട്ടത്. ആ വാദം തന്നെയായിരിക്കും അടുത്ത ദിവസവും തുടരുക. പക്ഷേ ഈ കേസ് അടിയന്തരമായി നീട്ടിക്കൊണ്ടുപോകില്ല, എത്രയും വേഗം തീരുമാനമെടുക്കും എന്ന കാര്യവും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇടക്കാല ഉത്തരവുണ്ടാകും എന്ന കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വാദം ഇന്ന് പൂർത്തിയാക്കാനാകുമോ, 2:30-ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമോ എന്നതായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ഇന്ന് വാദം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് മറ്റന്നാളത്തേക്ക്, വ്യാഴാഴ്ചത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തത്. സുപ്രീംകോടതി രാവിലെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ഇടക്കാല ജാമ്യ ഹർജിയിൽ വാദം ഇന്നില്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് കോടതി. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.